പിന്നെ നാട്ടിൽ മിക്കവാറും കുടുംബങ്ങളിൽ മാരക അസുഖമുള്ള ആളുകൾ, ഡയാലിസിസ് ചെയ്യുന്ന ആളുകൾ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടുമോ അതാ രോഗത്തിനടിമപ്പെട്ട് മരിച്ചു പോകുമെന്നൊക്കെ പേടിച്ച് കഴിയുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. മിക്കവാറും കുടുംബങ്ങളിലുണ്ടാവും. ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമായിട്ട് കഴിക്കേണ്ട സാധനങ്ങളാണ്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് മലബാർ ഭാഗങ്ങളിൽ കണക്കുകൾ പറയുന്നത് കേരളത്തിൽ മലബാർ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുള്ളത്, കിഡ്നി രോഗികൾ ഒക്കെ ഉള്ളത്. നാട്ടിൽ എന്തെങ്കിലും ഒരു സംഘടനകൾ ഏതെങ്കിലും രോഗനിർണയ ക്യാമ്പോ കിഡ്നി രോഗനിർണയ ക്യാമ്പോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്ത ആളുകളുടെ പേരൊക്കെ അതിൽ വരാറുണ്ട്. അപ്പോൾ നമ്മൾ വല്ല കല്യാണത്തിന് പരിപാടിക്ക് പോകുമ്പോൾ അവർ ആർഭാടം കാട്ടാൻ വേണ്ടിയിട്ട് പരസ്പര ബന്ധമില്ലാത്ത അല്ലെങ്കിലും ഒരിക്കലും ഒന്നിച്ച് കഴിക്കാൻ പാടില്ലാത്ത ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ നമ്മളെ മുമ്പിൽ നിരത്തി തരും. കയറി ചെല്ലുമ്പം ഈ ശീതളപാനീയങ്ങൾ, വെൽക്കം ഡ്രിങ്ക്സ് ഏതൊക്കെ കുടിക്കേണ്ടതെന്നുള്ളത് ശരീരം നമുക്ക് ആവശ്യമുള്ള മാത്രം കുടിച്ചാൽ മതി. അവിടെ കയറി ചെല്ലുമ്പോൾ കാണുന്ന ഒക്കെ തിന്നണമെന്നില്ല. അപ്പോൾ പരസ്പര ബന്ധമില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ കഴിച്ചതിൻ്റെ പേരിലാണ് പലവർക്കും ഈ അസുഖങ്ങൾ വന്നിട്ടുള്ളതെന്നാണ് അറിയാൻ പറ്റിയത്. അതേപോലെ അത് കഴിച്ച് ഇറങ്ങിക്കഴിയുമ്പം വേറെയും പല ഐറ്റംസ് കാട്ടിക്കൂട്ടാൻ വേണ്ടി ധൂർത്തും ആർഭാടത്തിനൊക്കെ വേണ്ടി കാട്ടിക്കൂട്ടുമ്പോൾ അവിടെ പോയിട്ട് ഇതൊക്കെ നമുക്ക് തിന്നാളാന്ന് വിചാരിച്ച് വാരി വലിച്ച് തിന്നുമ്പോൾ നഷ്ടപ്പെടുന്ന നമ്മുടെ ജീവിതമാണ്, നമ്മുടെ ആരോഗ്യമുള്ള ഈ ശരീരമാണ് എന്ന് എല്ലാവരും ഒന്ന് ഓർക്കുക.